ഈ വേൾഡ് കപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഫിഫയ്ക്ക് ലഭിക്കുന്ന റവന്യൂ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് അറൗണ്ട് 13 ബില്യൺ US ഡോളറാണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1,25,000 കോടി അടുപ്പിച്ച് വരും. അതിൽ പിന്നെ ഹോസ്റ്റിംഗ് കൺട്രീസിന് കൊടുക്കേണ്ട പേയ്മെന്റുകളൊക്കെ ഉണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ 3 രാജ്യങ്ങളാണ് പ്രാവശ്യം എന്ത് ചെയ്യുന്നത് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1,24,000 25,000 കോടി എന്ന് പറയുന്നത് ഫിഫക്ക് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. നമ്മളുടെ ഡിസ്കഷന്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ അതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. 2034 സൗദി അറേബ്യയിൽ എന്ത് നടക്കാൻ പോവുകയാണ്? ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഫിഫക്ക് ലഭിക്കുന്നത് 13 ബില്യൺ US ഡോളർ ആണെങ്കിൽ സൗദി ഫൈനാൻഷ്യൽ അനാലിസ്റ്റുകളുടെ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനാലിസിസ് റിപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നത് സൗദിയുടെ GDP-യിൽ മാത്രം 50 ബില്യൺ US ഡോളറിന്റെ ഇമ്പാക്ട് എന്ത് ചെയ്യും ഉണ്ടാകും. ഏകദേശം 3 മില്യൺ ആളുകൾ ആ സമയത്ത് സൗദി അറേബ്യ വിസിറ്റ് ചെയ്യുന്നതാണ്. ടൂറിസം മേഖലയിൽ മാത്രം 2,30,000 പുതിയ ഹോട്ടൽ റൂമുകൾ എന്ത് ചെയ്യണം? സൗദി അറേബ്യയിൽ വേണം. 2030 മുതൽ 34 വരെയുള്ള വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് സൗദി അറേബ്യ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഏകദേശം 200 ബില്യൺ US ഡോളറാണ്. 200 ബില്യൺ US ഡോളർ എന്ത് ചെയ്യണം അവിടെ വേണം? 200 ബില്യൺ സൗദി റിയാൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സൗദിയിലും GCC രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാവുന്നതാണ്. ഇവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഫിഫക്ക് കാര്യമായിട്ടും റവന്യൂ കിട്ടുന്നത് ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസിങ്ങിലൂടെയാണ്. ബ്രോഡ്കാസ്റ്റ് ചാനലുകൾക്കും മറ്റും കൊടുക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ്. 2 മെർച്ചൻഡൈസിംഗ് ആണ്. അവിടെ സ്റ്റേഡിയം മാനേജ്മെന്റ്, സ്റ്റേഡിയത്തിലും മറ്റൊക്കെ നിങ്ങൾ കാണുന്ന മെർച്ചൻഡൈസിംഗ് സംഭവങ്ങളിലൂടെ. പിന്നെ ടിക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ റവന്യൂ. ടിക്കറ്റിങ്ങും ഹോസ്പിറ്റാലിറ്റിയിലൂടെയും വലിയ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ലൈസൻസിങ്ങൾ, വ്യത്യസ്ത തരം ലൈസൻസിങ്ങുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിഫ നൽകുന്നുണ്ട്. അതുവഴി വലിയ റവന്യൂ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഫുഡ് ആൻഡ് ബീവറേജസ്, ഹോസ്പിറ്റാലിറ്റി, സ്റ്റേഡിയം മാനേജ്മെന്റ്, അഡ്വർടൈസ്മെന്റ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇൻഡസ്ട്രിയിൽ നമ്മളുടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. പിന്നെ ഒരു രാജ്യത്ത് ഇത് ഫിഫക്ക് മാത്രം ലഭിക്കുന്ന റവന്യൂ ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് കൺട്രി അവിടെ പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൻ ഇംപ്രൂവ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ, പിന്നെ ഫുഡ് ആൻഡ് ബീവറേജസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റീസ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 മില്യൺ 30 ലക്ഷം ആളുകൾ വേൾഡ് കപ്പിന്റെ ആ ടൈമിൽ 1.5 മാസം ഒരു രാജ്യത്ത് വന്ന് താമസിച്ച് കയറി ഇറങ്ങി പോകുന്ന പറയുമ്പോൾ അവർ വരുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുത്തെ റീറ്റെയിലും ട്രേഡിങ്ങിലും എല്ലാം അതിന്റെ ഇമ്പാക്ട് എന്ത് ചെയ്യും? ഉണ്ടാകും. സോ അത്രയും വലിയ ഒരു ബിസിനസ് സാധ്യതയെ ഒരിക്കലും നമ്മൾ കാണാതിരിക്കരുത്, അതിനു വേണ്ടി ഒരുങ്ങാതിരിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം നിങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കുന്നത്.